അപ്പം നമ്മളിപ്പോൾ ഉള്ളത് രവിയേട്ടൻ്റെ കടയിലാണ്. രവിയേട്ടൻ്റെ കട എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഫുൾ ഫേമസ് ആണ്. അത്ര സ്പെഷ്യാലിറ്റി ഉള്ള കടയാണിത്. അപ്പം എന്താണ് രവിയേട്ടൻ്റെ കടയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് രവിയേട്ടൻ്റെ കട നമ്മുടെ വയനാട് മീനങ്ങാടി അടുത്തുള്ള കുളക്കപ്പാറയിലാണ് നമ്മുടെ രവിയേട്ടൻ്റെ കട. അപ്പോൾ ഈ രവിയേട്ടൻ്റെ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെ നമുക്ക് പോർക്കിൻ്റെ സ്പെഷ്യാലിറ്റി മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പോർക്ക് സ്പെഷ്യാലിറ്റി ഉള്ള എന്ന് വെച്ചാൽ പോർക്ക് മാത്രം സെർവ് ചെയ്യുന്ന കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു കടയായിരിക്കും നമ്മുടെ രവിയേട്ടൻ്റെ കട. അപ്പം ഇത് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വയനാട് മീനങ്ങാടി അടുത്താണ്, കുളകപ്പാറയിലാണ്. അപ്പം രവിയേട്ടൻ്റെ കടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെയിനായിട്ടുള്ള ഐറ്റംസ് എല്ലാം പോർക്കിൻ്റെയാണ്. പോർക്ക് ബാർബിക്യൂ, പോർക്ക് മസാല, പോർക്ക് ഫ്രൈ, ഇതൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പം പന്നി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, പോർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും എന്താണെങ്കിലും വന്ന് കഴിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കട തന്നെയാണിത്. അപ്പം ഇവിടെ നമുക്ക് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ മീൽസ് അവൈലബിൾ ആണ്. ചോറുണ്ട്, കപ്പയുണ്ട്, അപ്പം കിട്ടും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പോർക്കിനുള്ള കോമ്പിനേഷൻസ് വരുന്നത്. അപ്പം പോർക്ക് സ്പെഷ്യലായിട്ടുള്ള കടകൾ നമ്മൾ കേരളത്തിലെല്ലാം ഇന്ത്യയിൽ തന്നെ വളരെ കുറവായിരിക്കും കണ്ടുള്ളൂ. അത് അത്രയ്ക്ക് സ്പെഷ്യാലിറ്റി ഉള്ളൊരു കടയായതുകൊണ്ട് തന്നെ വയനാട്ടിൽ വരുന്നവർക്ക് അതുപോലെ ഫുഡ് ലവേഴ്സിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ ഈ ഒരു രവിയേട്ടൻ്റെ കട. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു ഉച്ച കഴിഞ്ഞാണ് സമയത്താണ് വന്നത്. അപ്പോൾ ആദ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ക്യൂ നിന്നിട്ടാണ് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പം വന്ന് നമ്മളിവിടുന്ന് ട്രൈ ചെയ്തത് രവിയേട്ടൻ്റെ പോർക്ക് കറി ട്രൈ ചെയ്തു, മസാല ട്രൈ ചെയ്തു, തന്നെ ബാർബിക്യൂ ട്രൈ ചെയ്തു, അതുപോലെ ചോറും കപ്പയും ട്രൈ ചെയ്തു. അപ്പം ഇതൊക്കെ കൂട്ടി ഒരു കിടിലൻ കോമ്പിനേഷൻ വേണ്ടവർക്കും എന്താണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്പോട്ടാണ് രവിയേട്ടൻ്റെ പോർക്ക് കട. അപ്പം പോർക്ക് ഫ്രൈക്ക് 160 രൂപ, ഹാഫിന് 110, ബാർബിക്യൂവിന് 260 റിബ്സിനാണ്. പോർക്ക് ബാർബിക്യൂ സെറ്റിന് 250 രൂപ, സിംഗിൾ ആണെങ്കിൽ 125, പോർക്ക് ചില്ലി ആണെങ്കിൽ 150. ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം 8 AM to 8 PM ആണ് ഈ ഒരു ഷോപ്പിന് ടൈമിങ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അപ്പം നല്ല റഷും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. അപ്പം ഇവിടെ വരുന്നവരൊക്കെ തന്നെ ദൂരെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വയനാട്ടിൽ ടൂറിസ്റ്റ് വരുന്ന ആൾക്കാർക്ക് ഒന്ന് കഴിക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇത്. അപ്പം ഇവിടെ വരുന്നവർ എന്താണ് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് തന്നെ വരിക, അല്ലെങ്കിൽ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പം ഇതാണ് അവരുടെ പോർക്ക് ബാർബിക്യൂ, അതുപോലെ ഇത് പോർക്ക് മസാല, പിന്നെ പോർക്ക് ചില്ലി നമുക്ക് വേറെയുണ്ട്. നമ്മൾ ചോറും അതുപോലെ തന്നെ കപ്പയാണ് ട്രൈ ചെയ്തത്. എനിക്ക് എന്താണ് രണ്ടും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പന്നി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്യണം എന്ന് പറയുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്. അതുകൊണ്ട് കൂടെ തന്നെ ഇതിനോട് നമുക്ക് മീൻ കറിയും കിട്ടും. അതുപോലെ പോർക്ക് ചോറ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മീൻ കറി ഉണ്ട്, അതുപോലെ പോർക്കിൻ്റെ ഗ്രേവി നമുക്ക് കിട്ടുന്നതാണ്. അത് കൂട്ടിക്കഴിയുമ്പോൾ ഒരു കോമ്പിനേഷൻ എടുത്ത് പറയേണ്ടതാണ്. അപ്പം എന്തായാലും വയനാട്ടിൽ വരുന്നവർ എന്തായാലും രവിയേട്ടൻ്റെ ഈ ഒരു കട വന്ന് ട്രൈ ചെയ്യുക, എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്തായാലും ഫുഡ് ലവേഴ്സ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെ ഞാൻ പറയും. അത്രയ്ക്ക് സ്പെഷ്യാലിറ്റി ഉള്ളൊരു വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ വെറൈറ്റി സ്പോട്ടെന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. അപ്പം പിന്നെ നമുക്ക് ചോറ് കഴിക്കുന്നവർക്കൂടെ അതിൻ്റെ ടേബിളിന് മുകളിൽ തന്നെ പന്നിയുടെ പോർക്ക് കറിയുടെ ഗ്രേവി, അതുപോലെ മീനിൻ്റെ കറി ഉണ്ടാവും. അപ്പം അതുകൂടാതെ ചോറിന് സൈഡ് ഡിഷും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് കപ്പ അവിടുത്തെ കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പം ഫുഡ് ലവേഴ്സ് മസ്റ്റായി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വയനാട്ടിലെ ഫുഡ് സ്പോട്ടാണ് നമ്മുടെ രവിയേട്ടൻ്റെ പോർക്ക് കട. ഇതാണ് രവിയേട്ടൻ്റെ കറി, ഇത് പോർക്ക് കറിയാണ്, പന്നിക്കറിയാണ്, അതുപോലെ ഇത് മീൻ കറിയുണ്ട്. അപ്പം എന്തായാലും കിടുക്കാച്ചി ടേസ്റ്റുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, എന്തായാലും കഴിച്ചിട്ട് അഭിപ്രായം പറയണം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ പപ്പടം ഉണ്ടാവും, അച്ചാറുണ്ട്, ഒരു വറവുണ്ടാവും, മീൻ കറിയും തോരനും വേറെ കിട്ടും. അപ്പം ഇതൊക്കെ കൂടിയുള്ള ഒരു കിടിലൻ കോമ്പിനേഷൻ തന്നെയാണിത്.